നമസ്കാരം. എന്തൊരു ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് വായിക്കുന്നത് ഹിജോയ്ക്ക് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടാത്തത് കൊണ്ട് ന്യൂസ് തിരിച്ച് സ്റ്റെഫിക്ക് കൊടുത്തേക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിലായി ഗൈസ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരു 1-2 ദിവസത്തിനുള്ളിൽ ബാബ വരും. അതാണ് ന്യൂസ്. ഹോട്ട് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. എന്താ വരുന്നത്? ശരിക്കും പറയുമ്പോൾ അഡ്മിറ്റായിട്ട് 3 ദിവസമായി. എനിക്ക് നോക്കൂ, പുതിയൊരു ചെയിൻ കിട്ടിയിരുന്നു. എനിക്ക് ശരിക്കും ഡേറ്റ് മാർച്ച് 13 പക്ഷേ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നു. അപ്പോൾ BP ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവരെന്നെ പിടിച്ചിവിടെ കിടത്തി. അങ്ങനെ കിടത്തി എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതെ, എല്ലാ ദിവസവും ബ്ലഡ് ഊറ്റിക്കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ പറയും യൂറിക് ആസിഡ് കൂടുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വന്നിട്ട് പറയും യൂറിക് ആസിഡ് കൂടുന്നുണ്ട്. അങ്ങനെ ഒരു 3 ദിവസമായിട്ട് പറയും. ഇന്ന് പൊടിക്കിന് കൂടി, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ തന്നെ ഇവിടെ കിടത്തി. പിന്നെ ഇന്നലെ PV ചെയ്തു. അപ്പോൾ PV ചെയ്തപ്പോൾ പറഞ്ഞ് നോർമൽ ഡെലിവറിക്ക് ചാൻസ് കുറവാണ്, നമുക്ക് സിസേറിയൻ ആയിരിക്കും. അപ്പോൾ ട്യൂസ്ഡേയിലത്തേക്ക് ഫിക്സ് ചെയ്തേക്കും. അപ്പോൾ രാവിലെ സിസേറിയൻ കാണും. അതൊക്കെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. നോർമൽ ഡെലിവറിക്ക് ചാൻസ് കുറവാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം. അതൊക്കെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനും തോന്നിയില്ല. അങ്ങനല്ല, അതായത് കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്. ഇപ്പോൾ 3 കിലോ 100 എത്ര ഗ്രാം ഉണ്ട്. അപ്പം അതിന് നോർമൽ ഡെലിവറി നടക്കാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പം എത്ര ട്രൈ ചെയ്തിട്ടും അവസാനം പിന്നീട് എന്തെങ്കിലും കോംപ്ലിക്കേഷനൊക്കെ വന്നിട്ട് പിന്നീട് സിസേറിയൻ ചെയ്യുമ്പോഴത്തേക്ക് 2 ഇതും കൂടെ സഹിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത്, സിസേറിയൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറയണം. വെയിറ്റൊക്കെ കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നോട് ഡോക്ടർ നേരത്തുള്ള വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഓൾമോസ്റ്റ് 20 അടുപ്പിച്ച് വെയിറ്റ് കൂടി. അപ്പോൾ കുഞ്ഞിന് അതനുസരിച്ച് വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു എനിക്ക്. ആരും ഒരുപാട് ചോറ് കഴിക്കും. ലേബർ റൂമിൽ പോകുമ്പോഴും എൻ്റെ അടുത്ത് കിടക്കുന്ന പിള്ളേർക്കൊക്കെ എന്നോട് സംസാരിക്കാൻ പറയും. അവർ എനിക്ക് ഇപ്പം ഈ 3 ദിവസത്തിൽ ഒരു കുട്ടിക്ക് മാത്രമേ ഡെലിവറി ആയുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം ഇത്തിരി ഏർലി സ്റ്റേജിലുള്ളതും കോംപ്ലിക്കേഷൻ ഉള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറയും ചോറ് ഒരുപാട് കഴിക്കരുത്, അങ്ങനെ ഇങ്ങനെ ഉപദേശിക്കുകയായിരുന്നു. ഭയങ്കര വിശപ്പായിരുന്നു. ചിലപ്പോൾ ഇവർക്കൊന്നും വലിയ ടേസ്റ്റൊന്നും തോന്നാത്ത സാധനം എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിരുന്ന് കഴിക്കുമായിരുന്നു. അതിൽ ചോറൊന്നും ഞാൻ നേരത്തെ ഒന്നും അത്രയൊന്നും കഴിക്കുന്നതെന്നല്ലായിരുന്നു. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒരുപാട് കഴിക്കാൻ തോന്നിയത് ചോറാണ്. വേറെ ചമ്മന്തി മുട്ടയാണെങ്കിൽ പോലും ഞാൻ അടിപൊളിയായിട്ടൊന്നും കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെയായി. പിന്നെന്താ, ഇതാണ് പേഷ്യൻറ്റിൻ്റെ ബോർഡ്. റൂം നമ്പർ 221, 21-ാം തീയതി അഡ്മിറ്റായി. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസം. പക്ഷേ ശരിക്കും എനിക്ക് 37 വീക്സ് 3 ഡേയ്സ് ആവുന്നതേ ഉള്ളൂ. ശരിക്കും എനിക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. പക്ഷേ BP ഡെവലപ്പ് ആയാലുള്ള പ്രശ്നങ്ങൾ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കുഞ്ഞിന് വെയിറ്റ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം ഗ്രോത്ത് ആയതുകൊണ്ടും വലിയ പ്രശ്നം കാണത്തില്ല. ഒരു പ്രോപ്പർ ഡെലിവറി വ്ളോഗ് എടുക്കണമെന്ന് അതിമുഖമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിലും പല കാര്യങ്ങളും വിട്ടുപോയി. അതേപോലെ തന്നെ എൻ്റെ ഡെലിവറിയുടെ ദിവസം എല്ലാവരും ഭയങ്കര തിരക്കും ടെൻഷനൊക്കെ ആയതുകൊണ്ടും സിസേറിനൊക്കെ ആയതുകൊണ്ട് ആ ഒരു ടെൻഷൻ്റെയും വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ തിയേറ്റർ കയറ്റുന്നതോ പപ്പയും മമ്മിയുടെയൊക്കെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് കുഞ്ഞിനെ പുറത്ത് കാണിക്കാൻ കൊണ്ടുവന്നപ്പോഴും അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി മോനെ കിട്ടിയ ആ ഒരു വീഡിയോ നമുക്ക് കാണാം.
ഫാൻ്റെ അവിടെ മതി. പനിയായിട്ടിരിക്കുക, അതാ മാസ്ക് ഇട്ടുകൊണ്ട് വന്നു. ഹായ് പറ, ഭാവിയിൽ കാണിക്കാനാണ്. പോയി അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആള് ഭയങ്കര ടയേർഡായിരുന്നു. നോക്കിയത് ഞാൻ വലിയൊരു പണി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. ആ പണി എന്ത് ഇതാ കിടക്കുന്നു. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചത്തെ ട്രോഫി ആയിട്ട് ഇനി വീട്ടിലോട്ട്. ചോദിച്ചേ അവൻ്റെ എക്സ്പീരിയൻസ് എന്തുവായിരുന്നു എന്ന്. അവന് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന്. ചിരിക്കുന്ന കേട്ടാ. ഓ, ഇപ്പം അടുത്ത കരച്ചിലിന് സമയമായി. 21-ാം തീയതി അഡ്മിറ്റായി. 25-ാം തീയതി അതാ കേട്ടപ്പോൾ തന്നെ ക്യാമറ എൻ്റെ കയ്യിൽ പോയി. 25/2/25 ഞങ്ങൾ ഫാൻസി ഡേറ്റ് എടുക്കാം. നിങ്ങൾ ആ ഫാൻസി നമ്പർ നോക്കിയെടുത്തതാ. അതെ, വളരെ ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട് നോക്കി കിടക്കും. ഇനി അവിടെ നോക്കി എന്തേലും പറ, മെഡിസിറ്റിനെ പറ്റി പറ. കണ്ടോ, ഞങ്ങൾ മെഡിസിറ്റി ബേബിയാണ്. ഇതൊരു പ്രൊമോഷൻ അല്ല, പ്രൊമോട്ട് ചെയ്യത്തതുമില്ല. അതെന്ത് പ്രൊമോട്ട് ചെയ്യാൻ? നമ്മൾ കോടിക്കണക്കിന് പൈസ കരുതി വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാം, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇന്നിപ്പം കറക്റ്റ് 11 ദിവസമാവും ഞാൻ അഡ്മിറ്റായിട്ട്. ഇപ്പം വെള്ളിയാഴ്ചയല്ലേ വന്നേ, ഇവൻ വന്നിട്ട് 6 ദിവസമായി. 6 ദിവസമേ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നോക്കിയേ നോക്കി, ഇത് തന്നെ കൈയും കാലിട്ടടി. തുടങ്ങി കരച്ചിൽ തുടങ്ങി. കരിയറായ ചിലപ്പോൾ ഇങ്ങനെ കരയാൻ കണക്ക് വന്നിട്ട് പിന്നെ കോട്ട് വിട്ടിട്ട് അങ്ങോട്ട് ഉറങ്ങും. കണ്ടാ തീർന്നു. കരയാൻ പോയതാ. പിന്നെ ഓർമ്മ വന്നു, അയ്യോ ഞാൻ കരയാൻ പോയതായിരുന്നു. ഇപ്പോൾ വാവ വിളിക്കുന്നു. ടാറ്റ. ഇനി വാവയുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ മെഡിസിറ്റി. ഞങ്ങളങ്ങനെ ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകും. എവിടെ പുതിയ ആള്? ഇങ്ങോട്ട് വന്നപ്പം കൂടെ വയറ്റിലും ഉണ്ടായിരുന്നു, കയ്യിലില്ലായിരുന്നേ ഉള്ളൂ. കൂടെ ഇല്ലായിരുന്നെന്ന് പറയാൻ പോയതല്ലേ ആദ്യം. പിന്നെ ഓർത്ത് ശരിയാണല്ലോ, കൂടെ ഉണ്ടായിരുന്നല്ലോ. നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു ആരാ എന്തുവാന്ന്. ഇപ്പൊ എല്ലാം അറിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ നല്ലതുപോലെ അറിഞ്ഞു. പിന്നെ വേറെന്താ, ഇങ്ങനെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. 5 മണിയായപ്പോ ഇറങ്ങി. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും.
5 മിനിറ്റ് ഒന്നുമല്ല, അതിൽ കൂടുതൽ എടുക്കുന്നു. മറ്റേ ഗേറ്റ് അടവൊക്കെ കാണത്തില്ലേ, ഗേറ്റ് അടവൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഗേറ്റ് അടവിൻ്റെ ഒരു ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഒരു സമയമാകും. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ വൈകിട്ട് ആയതുകൊണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് കാണത്തില്ല. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ.